അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണങ്ങൾ ആവർത്തിച്ച മാത്യു കുഴൽനാടൻ MLA. പ്രളയ വിഷയത്തിൽ CPM BJP ഡീൽ നടന്നെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണങ്ങൾ ആവർത്തിച്ച മാത്യു കുഴൽനാടൻ 2018 പ്രളയത്തിന്റെ ഉത്തരവാദിത്തം ജലവിഭവ വകുപ്പിനും മന്ത്രിയായിരുന്ന മാത്യു ടി തോമസിനുമാണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. സ്പിൽവേയിലെ മണ്ണെടുപ്പിന് വേണ്ടി വെള്ളം തുറന്നുവിട്ടില്ല. കരിമണൽ ഖനനത്തിനാണ് മുൻഗണന നൽകിയത്. മഴ പെയ്ത് മണ്ണ് പോയാൽ എന്താണെന്നും കുഴൽനാടൻ ചോദിച്ചു. യോഗ തീരുമാനങ്ങളും മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. ഈ സംഭവങ്ങളുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് നോക്കണം. എന്തായിരുന്നു ലക്ഷ്യം? അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്താണ്? വാട്ടർ റെഗുലേഷനാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വരികിൽ വെള്ളം എളുപ്പത്തിൽ ഒഴുകി കടലിലെത്തിക്കാൻ പറ്റുന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൻ്റെ കീഴിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് ഈ കരിമണലുള്ള മേഖലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി, അതായത് കരിമണൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റത്തുള്ളൂ. കരിമണൽ എടുക്കണമെങ്കിലോ മൈൻ ചെയ്യണമെങ്കിലോ മാറ്റണമെങ്കിലോ ഒക്കെ കേന്ദ്ര സർക്കാരിന് പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈ ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ എടുക്കുകയും അത് അതിൻ്റെ ബേസ് ചെയ്ത് ദുരന്തം വരരുതല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടാവരുത്, അതുകൊണ്ട് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ 31/5/2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഓർഡറാണ്. ഈ ഓർഡറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ചെയർ ചെയ്ത ഒരു മീറ്റിങ്ങിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെടുക്കുന്നത്. The chief engineer is directed to take urgent action to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during the impending monsoon so as to allow free flow of water through the Poimouth. അതായത് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല. വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വൈ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ സാൻഡ്? എന്തിനാണ് അവർക്ക് ഇത്ര വെപ്രാളം? കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ടായിട്ടും അതായത് പിന്നീട് അവർ ചെയ്യുന്നത് മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എടുക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് വെള്ളം പോകണമെന്നുള്ളതല്ല. സോ അവരുടെ കൺസേണും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ഇൻറ്റൻഷനും തോട്ടപ്പള്ളി സ്പിൽവേയിൻ്റെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ട് അതിനുള്ള പവർ അദ്ദേഹം പറഞ്ഞ് ശരിയാ, അദ്ദേഹത്തിന് റൈറ്റില്ല, മൈനിങ് നടത്താനുള്ള റൈറ്റില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബോൾ പാസ് ചെയ്ത്, അതായത് മുഖ്യമന്ത്രിയുടെ ആ ഭാഗത്ത് നിന്ന് ബോൾ പാസ് ചെയ്ത് കിട്ടി, ഇദ്ദേഹം അത് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് മണ്ണെടുക്കാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോവുമല്ലോ. അപ്പം ഞാനിത് പറയുന്നത് കണക്ട് ചെയ്ത് പറയുന്നത് വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമെന്നതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറയുന്നവർ അവരായിട്ട് വെള്ളം തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ, അപ്പം അതിനു വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു 2018. ഇവരുടെ അന്നത്തെ 2018 കൺസേൺ 2019 കൺസേൺ ഈ മണ്ണാണ്. അതല്ലെങ്കിൽ എന്തിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ മണ്ണെടുക്കണ കാര്യത്തിൽ വെപ്രാളപ്പെടണം? പ്രളയ വിഷയത്തിൽ CPM BJP ഡീൽ നടന്നെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കേരളത്തിൽ തീവ്ര മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അക്കാര്യം സുരേഷ് ഗോപി പോലും ഇപ്പോൾ മിണ്ടുന്നില്ലെന്നും കുഴൽനാടൻ ആരോപിച്ചു. പുറത്തുവിട്ട ശബ്ദരേഖ വ്യാജമെങ്കിൽ നടപടിയെടുക്കട്ടെയെന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വട്ടം നമ്മുടെ സുരേഷ് ഗോപി വലിയ അവകാശവാദത്തിൽ ഇന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻറ്റിമേഷൻ പറഞ്ഞതാണെന്ന്, അതായത് വലിയ മഴ പെയ്യാൻ പോവാണ്, നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇത് മെയിൽ അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് മെയിൽ കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഈ സംഭവം നടന്ന് ഇത്രയും അന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾ ഓരോരുത്തരും റിവ്യൂ ചെയ്യണം. ഇന്ന് മന്ത്രിയായിട്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഇതിലിരിക്കുന്ന സുരേഷ് ഗോപി പോലും ഈ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അദ്ദേഹം പോലും
മൗനം പാലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് CPM-നെ സഹായിക്കാൻ ഈ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി വരുമെന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് എന്നെ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതല്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം സ്വരാജ് കോടതിയിൽ പോകുന്നതിനെ ആക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹം ഒരു ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും തരംതാണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്തം കമ്മികളായിട്ടുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കോടതിയിൽ പോകുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും 1 രൂപ വീട്ടിൽ കൊണ്ട് എൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ അധ്വാനിച്ച് വരുമാനത്തിന് തൊഴിൽ, രാഷ്ട്രീയം, സേവനം എന്നതായിരിക്കണം പുതിയ തലമുറയുടെ കാഴ്ചപ്പാടെന്ന് സമൂഹത്തോട് പറഞ്ഞ വ്യക്തിയാണ്. അതിൻ്റെ അന്തസ്സ് പാലിക്കാൻ ഞാൻ കോടതിയിൽ കേസുകൾ നടത്തിയിട്ടുണ്ട്. അത് കേസ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. സ്വരാജ് കോടതിയിൽ പോയിട്ട് എന്തായെന്ന് മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. വേണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ പാടില്ല അദ്ദേഹത്തോട്. ഒരു കേസിലെ വിധിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ നിലവാരത്തിലേക്ക് താണയിൽ എനിക്ക് ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു. ഞാൻ നിങ്ങളുടെ ഈ ആക്ഷേപം അധിക്ഷേപം കൊണ്ട് എൻ്റെ കോടതി പോക്ക് നിർത്തില്ല. കാരണം ദാറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. നിങ്ങളുടെ ഒരുപാട് നേതാക്കന്മാർ ആർഭാട ജീവിതം നയിക്കുന്നുണ്ട്. ആരെങ്കിലും ജോലി ചെയ്തിട്ടാണോ? ആരെങ്കിലും പണിയെടുത്തിട്ടാണോ? സ്വരാജിനോട് നീ വിരലി കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് ചോദിപ്പിക്കരുത്, പറയിക്കരുത്. ഞാൻ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് മത്സരിച്ചിട്ടുള്ളത്. പൊതു തെരഞ്ഞെടുപ്പുകൾ 2 മത്സരിച്ചിട്ടുള്ളത്. 2 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇന്നിപ്പോൾ ഈ പോളിംഗ് ഡേയിലേക്ക് കിടക്കുന്നതിന് തലേ ദിവസം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മേരിമാത കൺസ്ട്രക്ഷൻ എന്നല്ല, ഞാൻ ഒരാളോടും ഒരു വ്യക്തിയോടും എൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലാതെയോ 1 രൂപയുടെ ഫണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. 1 രൂപയുടെ ഫണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളോ അടുപ്പക്കാരോ എന്നോട് സ്നേഹമുള്ളവരോ വന്ന് തന്നിട്ടുള്ള സ്വീകരിച്ചിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. മേരിമാത എന്നല്ല, മൂവാറ്റുപുഴയിൽ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, വിദേശത്തു നിന്നല്ല, ഒരാളോട് 1 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല. അത് 2 തെരഞ്ഞെടുപ്പ് മത്സരിച്ചു എൻ്റെ നിലപാടാണ്. എന്നിട്ട് വെറുതെ CPM ഇങ്ങനെ ഇല്ലാത്ത കഥ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കും. മേരിമാത നിങ്ങൾക്ക് അറിയാവുന്ന ആളിലൊക്കെ ആണല്ലോ, അവർ പറയട്ടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് എന്നല്ലേ പറഞ്ഞേ. ഇപ്പോൾ അവരുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു മന്ത്രി അദ്ദേഹം തന്നെ പറയല്ലേ ഇത് സംഭവിച്ചാണെന്ന്. ഞാൻ കേരളത്തോട് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മറുവശത്ത് നിന്ന് ഒരുപാട് മാനേജ്മെൻറ്റ് നടത്തി എന്നെ ആക്ഷേപിച്ച് പരിഹസിച്ച് എനിക്ക് എന്നെ വേട്ടയാടി അങ്ങനെ ഇതിങ്ങനെ ചെയ്ത് അതില്ലെന്ന് വരുത്തി കോടതിയിലെ ഇത് ഉദ്ധരിച്ച് ഇവർ അതിനെ മൂടാൻ ശ്രമിച്ചപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ലല്ലോ, അവരുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു മന്ത്രി തന്നെ പറഞ്ഞ കാര്യം. അറ്റ്ലീസ്റ്റ് ഇനി ആരെന്ത് പറഞ്ഞാലും സാധാരണ സഖാക്കളുണ്ടല്ലോ, ഇതിൻ്റെ ഒന്നും ഒരു നേട്ടവും കിട്ടാത്ത പാവപ്പെട്ടവർ, അവർക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നാളെ പോളിംഗ് ബൂത്തിൽ നടത്തും. നമുക്ക് നോക്കാം. 2019 പ്രളയ മുന്നൊരുക്കത്തിലും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനാണ്. തോട്ടപ്പള്ളിയിൽ നിന്ന് മഴയ്ക്ക് മുൻപ് മണൽ മാറ്റാൻ നിർദ്ദേശം നൽകി. എല്ലാ സമയവും മണൽ ആയിരുന്നു സർക്കാരിന് പ്രധാനം. 2018 അനുഭവം വെച്ച് മണൽ ഒഴുകിപ്പോകരുതെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മഴ വരും മുൻപ് എങ്ങനെയും മണൽ എടുക്കണമെന്നായിരുന്നു ഉത്തരവിലെ നിർദ്ദേശമെന്നും MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.